ഭരണകൂടം ഇടപെടുമ്പോൾ, രാഷ്ട്രം ഇടപെടുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി ചിന്തിക്കും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കേരളത്തിൽ ഓരോരുത്തരെ പറ്റി ചോദിച്ചാലും എനിക്ക് പറയാൻ വിമുഖത ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ അവരുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനേ അല്ല. കമ്മ്യൂണിസം നല്ല ഒരു സങ്കല്പമാണ്. പക്ഷേ ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഉണ്ട് എന്ന് പറയുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പ്. തൊഴിലാളി വർഗം സംഘടിക്കുകയും സമരം ചെയ്യുകയും വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് തൊഴിലാളി വർഗ സർവാധിപത്യം. ചുരുക്കത്തിൽ അതാണ്. നരേന്ദ്രമോദിയെ പിണറായിക്ക് ഭയമാണെന്നാണ് പറയുന്നത്. എന്താ ഭയമല്ല, അവർ തമ്മിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. കഞ്ചാവ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ വലിച്ചിട്ടുണ്ട്. വലിക്കാത്ത ആൾക്കാർ അപൂർവം ഉണ്ടാവുള്ളൂ. അത് വലിയ ഭീകരമായൊരു സംഭവമൊന്നുമല്ല. പക്ഷേ എനിക്കിത് എഫക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ തൂക്കിക്കൊന്നല്ലോ. പട്ടിണിക്കിട്ട് മൃഗീയമായി മർദ്ദിച്ച് തൂക്കിക്കൊന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ എത്ര നിങ്ങൾ പറയുന്ന ഈ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കി കുരയ്ക്കുന്ന എത്ര സാംസ്കാരിക നായകന്മാരുണ്ടായിട്ട് പറ. രാഷ്ട്രീയം പറയുന്ന സിനിമാക്കാരനാണ് ജോയ് മാത്യു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. നല്ലത്. രാഷ്ട്രീയ നിലപാടുകളുള്ള, രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരാളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്താണ് രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ പറയാനുള്ളത്? അതായത് ഈ രാഷ്ട്രീയം വേറിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഓരോ നിമിഷവും രാഷ്ട്രീയം തന്നെയാണ്. നിങ്ങൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരാളല്ലേ. രാവിലെ ഉറങ്ങിണീറ്റിട്ട് പൈപ്പ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ കരമടക്കുകയാണ്. ലൈറ്റ് ഇട്ടാൽ അതിൻ്റെ പൈസ അടയ്ക്കുകയാണ്. എന്തിനും ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നു മുതൽ നിങ്ങൾ ആലോചിച്ചോ. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ ഭരണകൂടം ഇടപെടുമ്പോൾ, രാഷ്ട്രം ഇടപെടുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി ചിന്തിക്കും. രാഷ്ട്രീയപരമായി ചിന്തിക്കാത്തവൻ ഒന്നുകിലെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ പറയാം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, പുറമെ കാണിക്കുന്നില്ല എന്നുള്ളത്. അത് പേടിച്ചിട്ടാണ്. എനിക്കിനി അങ്ങനെ പറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ ജീവിച്ചത്ര ഏതായാലും ജീവിക്കില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. കക്ഷി രാഷ്ട്രീയമല്ല, അല്ലാത്ത രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇപ്പം തിരഞ്ഞെടുപ്പാകുമ്പോൾ കക്ഷി രാഷ്ട്രീയം വേണമല്ലോ. അപ്പോൾ തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് കക്ഷിയോട് ആഭിമുഖ്യം, അല്ലെങ്കിൽ ഏത് കക്ഷി വോട്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അത് നിലവിലുള്ള ഈ മോദി ഭരണകൂടത്തിനെതിരെയുള്ളൊരു ആറ്റിറ്റ്യൂഡേ ഉണ്ടാവുള്ളൂ. ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കേരളത്തിൽ ഓരോരുത്തരെ പറ്റി ചോദിച്ചാലും എനിക്ക് പറയാൻ വിമുഖത ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ അവരുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കണമെന്നില്ല. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന ആൾ മത്സരിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്, അപ്പോൾ നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കണ്ടേ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? ഇല്ല. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സുഹൃത്തുക്കൾ പലതട്ടിലുണ്ട്, പല ഭാഗത്തുമുണ്ട്. എങ്കിലും ഞാൻ പൊതുവെ ഇന്ത്യ മുന്നണിയാണ് പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നതും പിന്തുണയ്ക്കുന്നതും. ഒരു കാലത്ത് വലിയ വിപ്ലവകരമായ ചിന്തകളുണ്ടായിരുന്ന, ജനകീയ വിചാരണ പോലുള്ള സമരാശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നതാണ് താങ്കൾ. പിന്നീട് ഇപ്പോഴുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണമൊക്കെ നോക്കുമ്പോൾ വളരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്, CPI വിരുദ്ധതയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗോളാന്തര ജീവികളെന്ന് പറഞ്ഞ ഫേസ്ബുക്ക് നല്ല ആർട്ടിക്കിളല്ലേ? നല്ല ആർട്ടിക്കിൾ. അതിനകത്ത് പറയുന്നൊരു പ്രയോഗം ആഗോള കെട്ടുകഥ എന്നാണ് കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നത്. അല്ലേ? എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മാറിയത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനേ അല്ല. കമ്മ്യൂണിസം നല്ല ഒരു സങ്കല്പമാണ്. പക്ഷേ ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഉണ്ട് എന്ന് പറയുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പ്. നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. ഒരിക്കലും ഇല്ലല്ലോ. ഇറ്റ്സ് ആൻ ഇമാജിനറി വേൾഡ്. നീ അതിൻ്റെ അതൊരു സാമ്പത്തിക ശാസ്ത്രം മാത്രമാണ്. ആ സാമ്പത്തിക ശാസ്ത്രം മാർക്സ് വിഭാവനം ചെയ്ത, അല്ലെങ്കിൽ അനലൈസ് ചെയ്ത സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കാലം മാറി. ഇത് 1800-കളല്ല, 1900-കളുമല്ല. ഈ മാർക്സിസം ശാസ്ത്രമാണ്, സത്യമാണെന്നൊക്കെ പറയുന്നത് കോമഡിയാണ്. മാർക്സിസം ആരാ പറഞ്ഞത് അത് സത്യമാണെന്നൊന്നും? ഒന്നും സത്യമല്ലല്ലോ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചങ്ങാതി. ഇപ്പോൾ തന്നെ പല മാർക്സിസ്റ്റുകളും ഗാന്ധിയെ കോട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾ പറയുന്ന CPM ആൾക്കാർ പോലും ഗാന്ധി 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 എന്ന് പറയും. പക്ഷേ ഗാന്ധി വിരുദ്ധരായിരുന്നു അവർ, കോൺഗ്രസിന് വിരുദ്ധരായിരുന്നു. അപ്പോൾ എന്താ കാരണം വെച്ചാൽ, അതുപോലെ മതപ്രീണനം, മുമ്പ് ഭഗവത്ഗീത കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. KP കേശവദേവൊക്കെ ഇല്ലേ, നമ്മളെ എഴുത്തുകാരൻ P കേശവദേവ്, അത് കത്തിക്കണം എന്ന് പറഞ്ഞ ആളാണ്. ഇന്നവരങ്ങനെ പറയുമോ? അമ്പലങ്ങൾ പൊളിക്കണം. ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുമ്പിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, എനിക്കത് ചിരിയില്ല. ഈ വിപ്ലവകാരികളായ സ്ഥാനാർത്ഥികൾ അമ്പലത്തിൽ പോയി കുമ്പിടുന്നു, ചാൻസ് കിട്ടിയാൽ നിസ്കരിക്കും, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് പുരോഹിതൻ്റെ ആശീർവാദമാകുന്നു. അതിപ്പോഴല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ട്. ശിവൻകുട്ടിക്ക് പോയിട്ട് ഏതോ പെന്തക്കോസ്തുകാരൻ്റെ മുമ്പിൽ കുനിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ കമ്മ്യൂണിസം
അടർന്നു വീണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധാരണ ഒരു സങ്കല്പമാണ്. അത് മനസ്സിലാക്കുക ആദ്യം. ഇതൊരു എക്കണോമിക്കൽ തിയറിയാണ് മാർക്സ് കണ്ടത്. രണ്ട് ക്ലാസ്, രണ്ട് വർഗ്ഗങ്ങൾ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും. ഈ മുതലാളി വർഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷകവർഗം. അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ, നമ്മളെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ തൊഴിലാളി വർഗം സംഘടിക്കുകയും സമരം ചെയ്യുകയും വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് തൊഴിലാളി വർഗ സർവാധിപത്യം. ചുരുക്കത്തിൽ അതാണ്. ഇന്നത്തെ തൊഴിലാളികളിൽ നിന്ന് കാറ്റഗറൈസ് ചെയ്യും. 1 ലക്ഷം സോഫ്റ്റ്വെയർ വാങ്ങുന്ന IT യിലുള്ള ആൾ തൊഴിലാളിയാണ്, ആണോ? എൻ്റെ വീട്ടിൻ്റെ പറമ്പിൽ അപ്പുറത്ത് പണിയെടുക്കുന്ന ദാമോരേട്ടന് തൊഴിലാളിയാണ്, അയാൾക്ക് 800 റുപ്യ കിട്ടുന്നുള്ളൂ. നിങ്ങൾ തൊഴിലാളി വർഗം എന്നുള്ളത് ഒരു അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. ഞാനും തൊഴിലാളിയാണ്, ഞാൻ വാങ്ങുന്ന പൈസ വേറെയാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അതിൽ കുറഞ്ഞ പൈസ വാങ്ങുന്നവരുണ്ട്. എല്ലാവരും തൊഴിലാളികളാണ്. അപ്പോൾ ഈ തൊഴിലാളി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറിക്കഴിഞ്ഞു. പക്ഷേ മാറാത്തൊരു ഒരു കോൺസെപ്റ്റേ ഉള്ളൂ, ജനാധിപത്യമാണ്. അതും മാറുമായിരിക്കും. പക്ഷേ ഇന്ന് നിലവിലുള്ളൊരു ജനാധിപത്യപരമായ ഒരു രീതിയെ നിലനിൽക്കുന്നുള്ളൂ. ഞാൻ ഒരു ജനാധിപത്യ വിശ്വാസിയുമാണ്. ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലൊരു ലേഖനം ഉണ്ടായിരുന്നു, ഭയം ഭരിക്കുന്ന സാംസ്കാരിക കേരളം. ഇപ്പോൾ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഭയത്തിലാണെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ ഒന്നും എഴുതാനോ പറയാനോ പറ്റാത്ത രീതിയിൽ അവർ മൗനത്തിലാണ് എന്നുള്ളതാണ് വിമർശനം. കേന്ദ്രത്തിൽ അതിനേക്കാൾ വലിയ ഫാസിസ്റ്റുകളാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെക്കാൾ വലിയ ഫാസിസ്റ്റുകളാണല്ലോ കേന്ദ്രത്തിൽ. എന്തുകൊണ്ട് ജോയ് മാത്യു നരേന്ദ്രമോദിക്കെതിരെ പറയുന്നില്ല, BJPക്കെതിരെ പറയുന്നില്ല? ഇന്ന് ഇവർ പിണറായി വിജയൻ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറഞ്ഞ് എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം BJPക്കെതിരെ പറയുന്നുണ്ടല്ലോ. BJP എനിക്കും പറയാം. അത് കണ്ണുവട്ടൻ ആനയെ കണ്ടാൽ BJP അവിടെ BJP ഇവിടെ BJP സംഘപരിവാർ. നരേന്ദ്രമോദി ഏറ്റവും വലിയ ഫാസിസ്റ്റാണെന്ന് പിണറായി വിജയൻ സഖാവ് പറയുന്നതെന്ന് ഞാനും പറയാമെന്ന് തീരുമാനിച്ചു. കാരണം എന്താ പറയുക, പിണറായി വിജയനെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ചിരി വരുന്നുണ്ടോ? തമാശയല്ലേ പറഞ്ഞു. ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. അവർ എന്നേ പറയുള്ളൂ. മാക്സിമം പറയുക അമിത്ഷാ എന്ന് പറയും, അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ഞാൻ പക്ഷേ നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങൾ വിമർശനം ഉന്നയിക്കാൻ ഞാൻ ഇംഗ്ലീഷിൽ എഴുതണം. മലയാളത്തിലൂടെ കുത്തിരുന്നിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ഇംഗ്ലീഷിൽ എഴുതൊക്കെ ചെയ്യാം, ഇത്തിരി ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ചതും വളർന്നതൊന്നും അതല്ലല്ലോ. പക്ഷേ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഞാൻ ഈ ഹൈന്ദവ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന പാർട്ടിയെ വിമർശിച്ചിട്ടേ ഉള്ളൂ. നരേന്ദ്രമോദിയെ പിണറായിക്ക് ഭയമാണെന്നാണ് പറയുന്നത്. എന്താ ഭയമല്ല, അവർ തമ്മിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? അഡ്ജസ്റ്റ്മെൻ്റാണ്, എല്ലാവർക്കും അറിയാലോ. ഒക്കെ അതെന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയായിരിക്കും? അല്ല, ആരോപണം ഉന്നയിക്കുമ്പോഴാണ് എന്തിനു വേണ്ടി ആയിരിക്കും? നീ ആലോചിച്ച് നോക്ക്. എന്തിനൊക്കെ വേണ്ടിയായിരിക്കും? എനിക്ക് കൃത്യമായിട്ട് ഡാറ്റ ഇല്ലാതൊന്നും ഞാൻ സംസാരിക്കില്ല. എൻ്റെ ഒരു ഡാറ്റ ഇല്ല എന്തിനു വേണ്ടി ആയിരിക്കും എന്നുള്ളത്. നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയാറില്ല എന്നുള്ളത് സത്യം. 2021 എടുത്ത കേസ്, ED എടുത്ത കേസ് ഇപ്പോൾ ആണ് പുറത്തു വന്നത്. ഈ മറ്റേ എന്തിനു പറയുക, ഈ മാസപ്പടി. 2021 കേസ് എടുത്തിട്ടുണ്ട് ഇത്രേ. അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. പിന്നെയും ഇതപ്പത്ര കൊല്ലത്തിലായി. കേന്ദ്രത്തിലെ ഫാസിസമാണോ കേരളത്തിലെ ഫാസിസമാണോ വലുത്? കേരളത്തിൽ ഫാസിസം എന്നല്ല പറയുക, കേരളത്തിൽ ഗുണ്ടായിസം എന്നാണ് പറയുക. അതായത് എതിർത്ത് നിൽക്കുന്നവനെ ഇല്ലാതാക്കുക. ഇപ്പോൾ ബോംബുണ്ടാക്കുന്നത് മനുഷ്യന്മാർക്ക് കുട്ടികൾക്ക് കളിക്കാനൊന്നുമില്ലല്ലോ, ആണോ? ഗോട്ടി കളിക്കുന്നമാതിരി ടക്ക് നടിക്കാനല്ലല്ലോ. ആളെ ഉന്നം വെച്ചിട്ട് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതിന് നമ്മൾ പറയുന്നത് ഗുണ്ടായിസം എന്നാണ്. എത്ര ഉദാഹരണങ്ങൾ. ഇപ്പം എൻ്റെ സിനിമ എടുത്തിറങ്ങി, ചാവേർ എന്നുള്ള സിനിമ. അതിന് ഫിസിക്കലി ആൾക്കാർ നേരിട്ട് വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ഇറക്കി അയാളെ പറഞ്ഞയച്ചിട്ടുണ്ട്, കാണരുത് പറഞ്ഞിട്ട്. എൻ്റെ ക്യാമറാമാൻ പറഞ്ഞു, അയാളുടെ വീട്ടുകാർ സിനിമ കാണാൻ വേണ്ടി മൂവാറ്റുപുഴ പോയപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ആൾക്കാർ, പിന്നെ പാർട്ടിക്കാർ കാണരുതെന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോയി. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണോ CPM വരുന്നത്? അല്ല, ഞാനതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാനതിന് മുമ്പാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിനോടാണോ വിയോജിപ്പ്? കണ്ണൂരിലെ ഈ പറയുന്ന ബോംബ് രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പാണോ ശരിക്കും? ചാവേർ പോലുള്ള സിനിമകൾ ഇറങ്ങിയോണ്ട് ചോദിക്കുന്നു. അല്ലല്ല, കണ്ണൂരിലെ രാഷ്ട്രീയത്തിനോട് എനിക്ക് മാത്രമല്ലല്ലോ, ഈ ബോംബ് രാഷ്ട്രീയത്തിനോട് കേരളത്തിലെ 90% ആൾക്കാർക്ക് യോജിപ്പുണ്ടാവില്ല. ആണോ? നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഇല്ല, എനിക്ക് യോജിപ്പില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലില്ലാത്ത ഒരാളോട് ചോദിച്ചു നോക്കുക, അവർക്ക് ഒരിക്കലും താല്പര്യമില്ല, അവർ യോജിക്കുമില്ല എന്നോട്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ നിലപാട് മനസ്സിലായില്ലേ. അപ്പോൾ ടി പി വധത്തിൽ ഉൾപ്പെട്ടവരെ ട്രീറ്റ് ചെയ്ത രീതി ആലോചിച്ച് നോക്ക് നീ. അവരെ ട്രീറ്റ് ചെയ്ത രീതി, ഈ ഒന്നും വേണ്ട. സിദ്ധാർത്ഥൻ എന്നുള്ള ബുദ്ധനെ, ഞാൻ ബുദ്ധൻ എന്നാ പറയാം, ബുദ്ധനെ കെട്ടിത്തൂക്കിയത് അവിടെ. അങ്ങനെ ചെയ്യാൻ മടിക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയെ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയെ ഞാൻ എങ്ങനെയോട് സ്നേഹിക്കുക?
ഈ ഒന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞല്ലോ, CPM സംസ്ഥാന സെക്രട്ടറി അടുത്ത ദിവസം പറഞ്ഞു DYFI ഞങ്ങളുടെ പോഷക സംഘടനയില്ല. എനിക്ക് എത്രയോ നല്ല സുഹൃത്തുക്കൾ DYFIയിലുണ്ട്, SFIയിലുണ്ട്. നീ വിചാരിക്കും ഇവരോടൊക്കെ എനിക്ക് ഭയങ്കര ശത്രുതയാണ്. എനിക്ക് നല്ല സുഹൃത്തുക്കൾ, വ്യക്തിപരമായ പ്രശ്നമില്ല, വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപി എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അല്ല, അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? നമുക്ക് വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഏറ്റവും അടുത്ത സന്ദർഭങ്ങളിലും എൻ്റെ അടുത്ത ക്രിട്ടിക്കലായ സിറ്റുവേഷനിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ CPMൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ചില സുഹൃത്തുക്കളാണ്. അതൊന്നും പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. സൗഹൃദം നഷ്ടപ്പെടുന്ന പേടിയില്ല, ഒരു പേടിയില്ല. അവർക്കും എന്നെ സൗഹൃദത്തിൽ നിന്ന് ഒഴിവാക്കില്ല അവർ. ഞാൻ ഇപ്പോൾ വിമർശിച്ചാൽ പോലും ഞാൻ ഈ ഫേസ്ബുക്കിൽ കഴിയുന്നൊക്കെ വായിക്കുന്നതല്ലേ, അവർക്കറിയാം ഞാൻ പറയുന്നൊരു കാര്യമുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുകയല്ലോ. ഞാൻ ഇൻസിഡൻറ്റ് പറയും. അപ്പോൾ SFI, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFI അല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അന്നത്തെ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെക്കുട്ടി, NP ചെക്കുട്ടി, നമ്മളുടെ CP ജോണ്, സുരേഷ് കുറുപ്പ്, ഇങ്ങനെയുള്ള മത്തായി ചാക്കോ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര ആശയസമരം നടത്തുമായിരുന്നു, ചർച്ച ചെയ്യാതെ ഞങ്ങൾ ലെനിനെയും മാർക്സിനെയും എംഗൽസിലേക്ക് വെച്ചിട്ട് ചർച്ച, അല്ലാതെ കെട്ടി തൂക്കിയിട്ട് വിചാരണ ചെയ്യല്ല. ആ ഒരു അന്തരീക്ഷം മാറിയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിന് ശേഷം, ഭരിക്കാൻ കിട്ടിയ സമയത്തിന് ശേഷം ഈ രണ്ട് സംഘടനകളും ജീർണിച്ചു പോയി. അധികാരം ദുഷിപ്പിക്കുന്നതാണ്. അധികാരം ദുഷിപ്പിക്കും. സമരമാണ് SFI എന്ന് പറഞ്ഞാൽ, DFI എന്നൊക്കെ പറഞ്ഞാൽ സമരത്തിൻ്റെ യോദ്ധാക്കളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും നന്നായി സമരം ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ DYFIക്ക് സമരം ചെയ്യാൻ അവസരമില്ല, അപ്പോൾ അതുകൊണ്ട് പൊതിച്ചോറ് കൊടുത്ത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലാണ്. പൊതിച്ചോറൊക്കെ നല്ല കാര്യമാണ്. പൊതിച്ചോറ് കൊടുക്കുന്നതിന് തെറ്റെന്ന് പറയുന്നില്ല, പൊതിച്ചോറ് കൊടുത്തോട്ടെ. അല്ല, അത് നമ്മുടെ സമരത്തിന് പകരം ജീവകാരുണ്യ പ്രവർത്തനം മാത്രമാണ് കുഴപ്പമില്ല. ബോംബുണ്ടാക്കാൻ പോകണ്ടെന്ന് ഞാൻ പറയുന്നത്. അതെന്തിന്? നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം മാത്രം നടത്താൻ ഞാനുണ്ട് കൂടെ. നിങ്ങൾ ഒരു ഭാഗത്ത് പൊതിച്ചോറും മറുഭാഗത്ത് ബോംബുണ്ടാക്കലാകുമ്പോൾ ഈ പൊതിച്ചോറിൻ്റെ വില നഷ്ടപ്പെട്ടു അല്ലേ? ഇങ്ങനെ തുറന്നു പറയുമ്പോൾ പല ബ്രാൻഡുകൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. ആണോ? സംഗീതം ഏറ്റവും രസം എന്താ പറയുക, ഇപ്പോൾ അതൊന്നും ആരും വിശ്വസിക്കൂല. കഞ്ചാവ് എന്ന് കാണാം അടിയിൽ. സത്യത്തിൽ ഇതൊക്കെ നല്ല കഞ്ചാവ് കൂട്ടിയിട്ട് വലിച്ചിട്ട് എഴുതുന്നതാണ്. അതല്ല, ഈ മറ്റേ ഒരു വിദ്യാവർ MLA ഇല്ലേ, നമ്മുടെ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ, ഇവനൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ എന്തോ കഞ്ചാവ് വലിക്കുന്ന ആളാണ്. സത്യത്തിൽ കഞ്ചാവ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ വലിച്ചിട്ടുണ്ട്, ചെറുപ്പക്കാരൊക്കെ വലിച്ചിട്ടുണ്ടാവും. വലിക്കാത്ത ആൾക്കാർ അപൂർവം ഉണ്ടാവുള്ളൂ. അത് വലിയ ഭീകരമായൊരു സംഭവമൊന്നുമല്ല. പക്ഷേ എനിക്കിത് എഫക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷേ എന്നെ ഇങ്ങനെ വിളിക്കുന്നതിൽ ഒരു കാരണം തോന്നുന്നത്, ഇടുക്കി ഗോൾഡ് എന്നുള്ള സിനിമയിൽ കഞ്ചാവിനെ കുറിച്ചിട്ട് വളരെ മനോഹരമായി ഞാൻ പറയുന്നുണ്ട്. ഏത് കഞ്ചാവ് വലിയാലും ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ അതിൻ്റെ മോഡുലേഷനൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ല ഹിറ്റായാലും മിമിക്രിക്കാരൊക്കെ അതിങ്ങനെ കൊണ്ടാടും. അല്ലാതെ എന്നെ പെണ്ണ് കേസ് കൊടുക്കാൻ പറ്റുന്നില്ല, ശങ്കരാടി പറഞ്ഞ മാതിരി. എന്നെ വേറെ എന്തെങ്കിലും കള്ളക്കേസ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ആക്രമിക്കുകയാണ് ഇവരുടെ അതാണ് ഇവരുടെ ഒരു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എനിക്ക് അങ്ങനത്തെ പ്രകോപനങ്ങളൊന്നും യേശുകയില്ല. ഞാൻ കമൻറ്റുകൾ വായിക്കാറില്ലല്ലോ. ഒന്നാമത് കമൻറ്റ് വായിക്കാണ്ടിരുന്ന കമൻറ്റ് വായിക്കുക. സംഖ്യ വിളിക്കുന്നതിനോട് പ്രശ്നമില്ലേ? ഒരു പ്രശ്നമില്ല. ഞാനതെല്ലാം എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ എന്താ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ സംഖ്യയാവും. കോൺഗ്രസ്സുകാരനാണ് താങ്കൾ എന്ന് പറഞ്ഞാലോ? അല്ലല്ലോ. കോൺഗ്രസ് അവർ വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോൺഗ്രസ് ചെറുപ്പക്കാരെ കണ്ടുണ്ടോ? ആ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലൊക്കെ ഇല്ലേ, അവരൊക്കെ ചരിത്രബോധം, അവർ കോട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ സംഭവങ്ങൾ അനലൈസ് ചെയ്യുന്ന രീതി എല്ലാം ഒരുപാട് ആളുണ്ട് ചെറുപ്പക്കാർ. ഞാൻ പഴയ താപ്പാനകളല്ല പറയുന്നത്. പുതിയ ജനറേഷനിൽ മിടുക്കന്മാരാണ്. അവരുമായി എനിക്കാവാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആകുന്നില്ല. അവരത്രയും ലെവലിൽ എത്താത്തതുകൊണ്ട് പഴയ കോൺഗ്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ നേരെ മറിച്ച് നമ്മൾ കണ്ട് പഴയ കോൺഗ്രസിനെയാണ്. പഴയ കോൺഗ്രസ് കുതികാൽ വെട്ടും, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളും അഴിമതിയും എന്താ പറയുക അധികാരപ്രമത്തതയും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. പുതിയ ജനറേഷനിൽ ഏറെ പ്രതീക്ഷ കാണുന്നുണ്ട്. ഇപ്പം ഒരുപാട് വിഷ്ണുദാസ് ആണെങ്കിലും ബലറാം ആണെങ്കിലും ശബരിനാഥ്, അവരൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയിലാണാകെ പ്രതീക്ഷ. എന്താണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുമായി കമ്പയർ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കാണുന്നൊരു 2-3 ഗുണങ്ങൾ? 2-3 ഒരുപാടുണ്ട്. അയാളുടെ അച്ഛനല്ല, ഗ്രാൻഡ് ഫാദർ പണ്ഡിറ്റ് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. 265 പേജാത്. ഇദ്ദേഹം 2500 കിലോമീറ്റർ നടക്കുക ഇതിൻ്റെ കൂടെ. അപ്പോൾ ഒരു സ്നേഹം ഉണ്ടാവില്ലേ? അയാൾക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ
ഒരുപാട് ഗുണങ്ങൾ, ഹ്യൂമെയിനാണ് ആൾ. ഞാൻ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഹ്യൂമെയിനാണ്, ആർക്കും ആക്സസ് ഉള്ള ആളാണ്. ചെറിയ കുട്ടികളോടാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും. പിന്നെ ഒരു ബദൽ നമുക്ക് വെക്കാൻ ഒരു ലീഡർ നിങ്ങൾ പറ. അപ്പോൾ നിങ്ങൾ മോഡി വിരുദ്ധനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ അങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്. അപ്പം മോദിക്ക് ബദലായിട്ട് നിങ്ങളൊരു നേതാവിന് പറ. രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആരുമില്ല. ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടത് ഇന്ത്യ മുന്നണിക്ക് ഡെഫിനറ്റ്ലി രാഹുൽ ഗാന്ധിയാണ്. എൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. കേരളത്തിൽ പക്ഷേ CPM പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല, ഇന്ത്യ മുന്നണിയല്ല, ഞങ്ങളായിരിക്കും ഇതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക്. ഇതിൻ്റെ ഒരു കോമഡി എന്നോട് പല CPM സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, നീ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കി ചെയ്യണേ. ഞാൻ പറഞ്ഞോട് ഞാൻ ഇയാൾക്ക് വോട്ട് ചെയ്താലും ഇദ്ദേഹം അവിടെ പോയി കൈവന്തിക്കേണ്ടവർക്ക് വേണ്ടിയാണ്. അപ്പോൾ കോൺഗ്രസിൽ ഭൂരിപക്ഷം കിട്ടി, NDA മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ സെക്കൻഡ് ആണല്ലോ, ഒരാൾ കൈവന്തിക്കണ്ടേ? അത് CPM പൊന്തിക്കണ്ടേ? എന്നാൽ പിന്നെ നേരിട്ട് അവർക്ക് വോട്ട് ചെയ്താൽ പോരെ? അതാണ് എൻ്റെ സിമ്പിൾ ചോദ്യം. പക്ഷേ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPയെ നേരിടാൻ പ്രത്യേകിച്ച് ഇപ്പോൾ പൗരത്വ നിയമം, ഏക സിവിൽ കോഡ് പോലുള്ള ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കപ്പെടുമ്പോൾ ശക്തമായി എതിർക്കുകയും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പിണറായിയെ പോലെ പറയാനൊന്നും കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് ഉത്തരേന്ത്യയിലൊരു നിലപാട്, കേരളത്തിൽ വേറൊരു നിലപാട്. അതുകൊണ്ടൊരു അഴകുഴമ്പൻ നിലപാടുള്ള കോൺഗ്രസിനേക്കാൾ നല്ലത് സ്റ്റേണായി നിൽക്കുന്ന പിണറായി വിജയനും CPM ഒക്കെ ആണെന്ന്. സ്റ്റേണായി നിൽക്കുന്നവർ എനിക്ക് ഭയമാണ്. സ്റ്റേണായി നിൽക്കുന്നവർ ജനങ്ങൾ ഭയക്കണം. കാരണം അവർ സ്ട്രോങ് ആകുന്നതോറും അവരുടെ അധികാരത്തിൽ പിടിമുറുക്കി നടത്തും, അവർ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകാൻ നടത്തും. സ്റ്റേണാവരുത്, ആടിക്കൊണ്ടിരിക്കണം. ഒരു തൂക്ക് മന്ത്രിസഭയാണ് എൻ്റെ ഏറ്റവും ഞാൻ കാണുന്ന സ്വപ്നം. അതായത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുന്ന, എന്നാൽ മാറുന്ന ഒരു ഭയം ഉണ്ടാവും ജനങ്ങളെ. മറ്റേ ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മൃഗീയമായ ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് ശബ്ദമില്ല, വോയിസ് ഇല്ല. ഇപ്പം തന്നെ ഈ പൗരത്വ ബില്ലും അതുപോലുള്ള അനുബന്ധ സംഗതികളും വരുന്നത് രാജ്യസഭയിലും ലോകസഭയിലും ഇവർക്ക് ഭൂരിപക്ഷമുള്ളതല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവിടെ കിടക്കും ബില്ല് പാസ്സാവാതെ. ഞങ്ങൾ സ്ട്രോങ് ആണ്, ഞങ്ങൾ ശക്തമായി നേരിടുന്നു പറയുന്ന ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതായത് ഒന്നുകൂടി ചോദിച്ചാൽ, നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ പറയാം 56 ഇഞ്ച് നെഞ്ച്, അതുപോലെ പിണറായി വിജയനെ കുറിച്ച് പറയുന്ന ഇരട്ടച്ചങ്കൻ, ഈ പറയുന്ന ശക്തിയുടെ പ്രതീകങ്ങളായി നേതാക്കന്മാരെ അവതരിപ്പിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഭയങ്കര എതിരെ. ഹിറ്റ്ലറെ പറ്റി അങ്ങനെ പറയുമല്ലോ, ഹിറ്റ്ലറെ പറ്റി, മുസോളിനെ പറ്റിയിട്ടും, സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞാൽ ടെററാണ്. ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ മനുഷ്യൻ ഞാൻ വിചാരിച്ച സ്റ്റാലിനാണ്. അല്ല, മാവോസേതു മാത്രമേ. പുതിയ കണക്കുപ്രകാരം 20 ലക്ഷത്തിൽ പല ആൾക്കാരെ. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഞാൻ പക്ഷേ ഒരു നിലപാടുണ്ടാവുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ CAA നിയമം നിങ്ങൾ നടപ്പാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രാത്രി ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്ന കോൺഗ്രസിനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക ഇത്തരം കാര്യം? അല്ല, കോൺഗ്രസിനെ വിശ്വസിപ്പിക്കുന്നതല്ല. ഇവിടെ കൊല്ലത്ത് ജയിലുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ സംസ്ഥാന ഗവൺമെൻറ്? ജയിലല്ലാന്നാണ് പറയുന്നത്. പിന്നെ എന്തിനത് കാഴ്ചപ്പാട് തടങ്കൽ? ആരെ കരുതൽ തടങ്കലൊക്കെ പൗരത്വ നിയമം ബന്ധപ്പെട്ടായിരിക്കണം അല്ലേ? എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് പേടിയുണ്ടോ എഡിറ്ററെ? ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനാ കട്ട് ചെയ്യേണ്ടത്. നീ കട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ പറയുന്നു, അവിടെ ജയിലുണ്ടാക്കിയത് പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധിയിൽ മുൻകൈയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് മുൻകൈയിൽ ഒരു സംസ്ഥാനത്തും പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ ജയിലുണ്ടാക്കിയില്ല. ആദ്യമേ ബില്ല് പാസ്സാകുന്നതിന് മുന്നേ ജയിലുണ്ടാക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് കോംപ്രമൈസ് അത്. ഞാൻ പറയുന്നത് ന്യൂനപക്ഷത്തിനെ പ്രീണിപ്പിക്കുന്നതിനെടുക്കുന്ന അടവ് തന്ത്രങ്ങൾ വളരെ ബോറാണ്. പണ്ടൊക്കെ ജോസഫ് മുണ്ടശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്ത ഒരാളാണ്. ആ മന്ത്രിസഭയിൽ 57 മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ 4 നിൽക്കാൻ പറ്റിയ ഒന്നും ഇല്ല. ഇവർ വോട്ടാണ് അവർക്ക് വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, അത്ര പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എങ്കിൽ സംവരണ സീറ്റിലല്ലാത്തൊരു സ്ഥലത്ത് ഒരു ദളിത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കട്ടെ, ഒരു വിമൻ കാൻഡിഡേറ്റ് മത്സരിപ്പിക്കട്ടെ? ചെയ്യൂല. കാരണം ഇപ്പോൾ വേണ്ടത് വോട്ടാണ്. അതിൽ പള്ളിയുടെ അരമനയിലായാലും ശരി, ബിഷപ്പിനൊരിക്കൽ നികൃഷ്ടജീവി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അമ്പലങ്ങളിലാണെങ്കിൽ ഉരുളുന്നില്ലാതെ ഉള്ളൂ. കോമഡി അല്ലടൂ, എന്ത് പ്രോഗ്രസീവ് പ്രസ്ഥാനമാണിത്? മത ജാതി എല്ലാ പ്രീണനവും. അല്ലെങ്കിൽ പറയാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഒന്നും ഞങ്ങൾ പറയുന്നില്ല, അതൊക്കെ ഞങ്ങൾ വിട്ടു, ഞങ്ങൾ വേറൊരു പാർട്ടിയാണ്, ഞങ്ങൾ എല്ലാ കോംപ്രമൈസിനും തയ്യാറായിട്ടുള്ള പുരോഗമനപരമായി ചിന്തിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. ഇനി ഞങ്ങൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യില്ല, ഇനി ഞങ്ങൾ ട്രാക്ടറിനെതിരെ സമരം ചെയ്യില്ല,
അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ഈ കമ്മ്യൂണിസത്തിനെതിരെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം നേരിടുന്ന ഫാസിസം അല്ലെങ്കിൽ വർഗീയത, ഹിന്ദുത്വ രാഷ്ട്രീയം, ഈ അജണ്ടകളെ ചെറുതാക്കി കാണിക്കാനല്ലേ അത് ഗുണം ചെയ്യുള്ളൂ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ സംഭവമൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന സമയത്ത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണെന്നൊക്കെ പറയുന്ന വലിയൊരു രാഷ്ട്രീയ ക്യാൻവാസ് ഉണ്ടല്ലോ, അതിനെ ചെറുതാക്കി കാണിക്കാനല്ലേ സഹായിക്കുള്ളൂ? ഈ സിദ്ധാർത്ഥൻ്റെ വളരെ ചെറിയൊരു സംഭവമാണോ? ഞാൻ കമ്പാരിറ്റീവ്ലി പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാകെ ഞാൻ പറയാം. മണിപ്പൂരിലെ സംഭവം നമുക്ക് കിട്ടുന്നത് വാർത്തകൾ എവിടെ നിന്നൊക്കെയാണ്? നിങ്ങളുമായിട്ട് മീഡിയ തരുന്ന വാർത്തകളാണ്. ഇപ്പോൾ ഇവിടുത്തെ ചില പല ചാനലുകളും വർക്ക് ചെയ്യുന്നത് ചില പ്രത്യേക രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് ആണല്ലോ. പിന്നെ നമുക്ക് പത്രങ്ങളിൽ കൂടെ വരുന്നത്, ഓൺലൈനിൽ വരുന്ന വാർത്തകൾ, ഇതൊക്കെ വിശകലനം ചെയ്ത് നമ്മളൊരു മറുപടി പറയുന്നത് തെറ്റായിപ്പോയെങ്കിൽ അത് വലിയ പ്രശ്നമാകും. നമുക്ക് സാമാന്യമായിട്ട് നമ്മളവിടെ പോയിട്ട് കണ്ടിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. എങ്കിലും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ എതിരുമാണ്. നമ്മൾ ആവുന്നത്ര രീതി ആവുന്നമാതിരി എഴുതുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സ്ഥിതിയതല്ല. കേരളത്തിൽ ഉള്ള ഞാൻ പറയുന്നൊരു സ്ഥിതി, ഇവിടെ ഒരു ഒരു ജനാധിപത്യ രീതിയിൽ നമുക്കൊരു സംവാദം സാധ്യമല്ല. ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ തൂക്കിക്കൊന്നല്ലോ. നീ ആലോചിച്ച് നോക്കണം, എത്രയോ ദിവസം പട്ടിണിക്കിട്ട് വെള്ളം കൊടുക്കാതെ നമ്മളൊക്കെ മക്കളെ വളർത്തി, മക്കളുടെ ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കുട്ടികളായോ? ആ കുട്ടീനെയൊക്കെ ഓമനിച്ച് വലുതാക്കി വളർത്തി എടുത്ത് അയാൾ ഗൾഫിൽ പോയി പാടുപെട്ട് പണിയെടുത്തിട്ടാണ് കുട്ടീനെ ഇവനെ വളർത്തിയത്. അവന് വെള്ളം കൊടുക്കാതെ പട്ടിണിക്കിട്ട് മൃഗീയമായി മർദ്ദിച്ച് തൂക്കിക്കൊന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ എത്ര നിങ്ങൾ പറയുന്ന ഈ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കി കുരയ്ക്കുന്ന എത്ര സാംസ്കാരിക നായകന്മാരുണ്ടായിട്ടുണ്ട് പറ. അത് ഭയം കൊണ്ടാണ്. കാരണം പലരും സ്ഥാനം പോകും. പലരും പ്രൊഫസർമാരോ അല്ലെങ്കിൽ അക്കാദമീഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവാർഡുകൾ ഭ്രമിപ്പിക്കുന്നവരാണ്. അവാർഡ് മാത്രം. അവാർഡിൻ്റെ കഥ പറയല്ലേ. എനിക്ക് അവാർഡ് വാങ്ങിക്കുന്നവൻ്റെ ഉളുപ്പില്ലായ്മ ആലോചിച്ചിട്ട് എനിക്ക് ശരി വരും. തനിക്ക് അർഹതപ്പെട്ടതല്ലാത്തത് യാതൊരു ഉളുപ്പില്ലാതെ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ. ഇതൊരു കഷ്ടമാലോചിച്ച് നോക്ക് കേരളം. അത് കേരളത്തിലുള്ളൂ കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊന്നും ഡെയിലി അവാർഡില്ല. അവിടെ ഡെയിലി അവാർഡ് ഉണ്ടല്ലോ, ദിവസം അവാർഡാണ്. ഭരണകൂടത്തെ പ്രീണിപ്പിക്കുന്നവർക്കുള്ള അവാർഡാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ കൂടെ നിന്നാലാണ് നിങ്ങൾക്ക് ഒരു ആഫീസിൽ പോയ കടലാസ് കിട്ടുള്ളൂ. എനിക്ക് പ്രശ്നമില്ല, സാധാരണക്കാരുടെ കാര്യം ഞാൻ പറയാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, അവിടുത്തെ നേഴ്സിനെ എൻ്റെ അവസ്ഥ, അനിതയുടെ കഥ ആലോചിച്ചു. നമ്മളിന്നലെ ദൂരം വഴിക്ക് പോകുന്നത്, ആ സ്ത്രീ ആകെ ചെയ്തത് ആ പീഡിപ്പിക്കപ്പെട്ട ആ രോഗിയായ സ്ത്രീയുടെ കൂടെ നിന്നുള്ളതാണ്. അതിന് സാക്ഷി പറഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ട് പോലും നമ്മളെ മറ്റേ പറയുന്നിരിക്കുക, ജോലിക്ക് കയറ്റാതിരിക്കുക. ഇതൊക്കെ എന്താ? ഇതിനെതിരെ ആരെയും പ്രതികരിച്ചു? ആ എം എൻ കാരശ്ശേരി മാത്രം എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഭയം കേരളത്തിലാണ് കൂടുതൽ സാംസ്കാരിക പ്രവർത്തകർക്ക്. സിനിമാ മേഖലയിലുണ്ട്. സിനിമാ മേഖല ഭയമൊന്നുമില്ല. എന്ത് ഭയം? ഇല്ല, ഒരു ഭയമില്ല. ഈ സിനിമാ പ്രവർത്തകർ കൂട്ടത്തോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മുകേഷ് മത്സരിക്കുന്നു, സുരേഷ് ഗോപി മത്സരിക്കുന്നു. താങ്കൾ ഈ രാഷ്ട്രീയ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? നോക്കാം, നമുക്ക് നോക്കാം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സമീപിച്ചിരുന്നു? ഞാൻ അങ്ങോട്ടോ? അല്ല, ഇങ്ങോട്ട്. എന്നെ സമീപിക്കുന്നുണ്ട്. ഉണ്ട്. അതിപ്പോൾ വെളിപ്പെടുത്താറായിട്ട് അതൊന്നും ഇപ്പം എന്നെ എനിക്ക് ഒരു എന്താ പറയുക താല്പര്യം തോന്നുന്ന വിഷയമായിട്ടില്ല. കാരണം എൻ്റെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുള്ള. ചാവേറ് പോലുള്ള രാഷ്ട്രീയ സിനിമകളിലേക്ക് കടന്നു വരുന്നു. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പറയാൻ നല്ലത് രാഷ്ട്രീയം നേരിട്ട് പറയാണല്ലോ. സിനിമയേക്കാൾ കൂടുതൽ രാഷ്ട്രീയം നേരിട്ട് പറയാൻ രാഷ്ട്രീയ പാർട്ടികളൊരു വേദിയാണല്ലോ. അത് സിനിമയും രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ, സിനിമ ഒരുപാട് വ്യത്യസ്തമായൊരു മേഖലയാണ്. രാഷ്ട്രീയം പോലെയല്ല. രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മാതിരി നമുക്കാവാൻ പറ്റില്ല. ഫുൾ ടൈം ജനങ്ങളോടൊപ്പം നിൽക്കണം. രാവിലെ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇത് പരിഹരിക്കാനായിട്ടെങ്കിലും ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ നോക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈവൻ BJP ആണെങ്കിലും ഒക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഇപ്പോഴും ജനങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അവർ മത്സരിക്കുന്നില്ല ഇപ്രാവശ്യം, അവർക്ക് ഇഷ്ടമല്ല. കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. ജനങ്ങളുടെ കൂടെ അല്ലാത്ത ഒരു നേതാവിനെ തള്ളിക്കളയും. തള്ളിക്കളയും. പക്ഷേ അങ്ങനെ ആവാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. നമ്മളങ്ങനെ ആൾക്കാരെ അറ്റൻഡ് ചെയ്ത് ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട്. ആർക്കെങ്കിലും വേണ്ടി പ്രചാരണത്തിന് പോവോ? വളരെ വ്യക്തിപരമായ ബന്ധമുള്ള. വ്യക്തിപരമായിട്ട് പ്രചാരണം പബ്ലിക്കായിട്ടോ? പബ്ലിക്കായിട്ടല്ലെങ്കിലും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴല്ല, പ്രദീപ് കുമാർ മത്സരിക്കുമ്പോൾ ഞാൻ പ്രദീപ് കുമാറിന് വോട്ട് ചെയ്യണമെന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം.
അവൻ MLA മത്സരിക്കുമ്പോഴും ഞാൻ പോയിട്ടുണ്ട്. നികേഷ് കുമാറിന് വേണ്ടി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ, അഴീക്കോട്. അഴീക്കോട്. അന്നൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ആ സമയത്ത്. സുരേഷ് ഗോപിക്ക് വേണ്ടിയോ? ഇല്ലല്ലോ, സുരേഷ് ഗോപിക്ക് വേണ്ടിയോ. ഇപ്പോൾ രാഷ്ട്രീയ മത്സരങ്ങൾ അവസാനമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെക്കുറിച്ച് ഞാൻ ചില അഭിപ്രായം ചോദിക്കും. നമ്മൾ ഏറ്റവും അടുത്ത്, അതാണ് ഏറ്റവും പ്രശ്നം, വടകര. അത് കാര്യം. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന് ഞാൻ പോകില്ല. പക്ഷേ സുരേഷ് ഗോപി എന്നോട് പറയാണ്, നിങ്ങൾ ഹൃദയം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൊടുക്കും. കാരണം എന്താ അറിയോ, നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അപ്പം ഫോൺ ചെയ്യും, ചോദിക്കും അതിന് എന്ത് വേണം എന്നുള്ള പരിഹാരം. ഇത് BJP കാരനല്ലാത്ത സുരേഷ് ഗോപി, അയാളുടെ പൊളിറ്റിക്സിനോട് മാത്രമേ വിയോജിപ്പുള്ളായിരിക്കും. അയാൾ നല്ല മനുഷ്യനാണ്, ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആണ്. അയാൾ BJP അല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു അല്ലേ. സ്വതന്ത്രം ചെയ്യുന്നോട്ടെ. ഞാൻ അവിടെ പോയിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിരുന്നു. ഞാൻ BJP എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്സ് വന്നതിൽ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലബാറിൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ് വടകര. ഷാഫി പറമ്പിലിൻ്റെ പേര് നേരത്തെ പറഞ്ഞു. അതുപോലെ കേരളം ചർച്ച ചെയ്ത കേരളത്തിൻ്റെ ഒരു ബ്രാൻഡാണ് ടീച്ചറമ്മ. ശരിക്കും ശൈല ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ നടക്കുന്ന വലിയ ഫൈറ്റാണ് വടകരയിൽ. എങ്ങനെയാണ് ആ ഫൈറ്റിനെ കാണുന്നത്? 1-2 മണ്ഡലം ചോദിച്ചാൽ. അല്ല, ആ ഫൈറ്റിൽ കാണാൻ ഷാഫി പറമ്പിൽ ജയിക്കുന്ന ഉറപ്പല്ലേ. അത് കാരണം ഈ രണ്ട് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ. പറയാൻ പറ്റാത്ത, പ്രവചിക്കാനാവാത്തൊരു മത്സരമായി മാറിയാനേ. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഈ TP വധക്കേസിൻ്റെ രണ്ടാമത്തൊരു ഇത് വന്നല്ലോ, ഹൈക്കോടതി വിധി വന്നത് ഭയങ്കര അടിയായി. ആ സമയത്ത് ടീച്ചർ കുഞ്ഞനന്തേട്ടനെ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതും ഭയങ്കര ഒരു ചർച്ചയായി. ഞാൻ പോയിരുന്നു കേട്ടോ, വടകരയിൽ പോയിരുന്നു TP അനുസ്മരണത്തിൽ. അപ്പോൾ നമ്മൾ അവിടുത്തെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് പലരോടും. രണ്ടാമത് ഈ ബോംബ്, ശരിക്കും ബോംബ് ലക്ഷ്യം വെച്ചത് ആരെയാണ്? ഷാഫീനെയാണോ എനിക്കറിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്നറിയില്ല. ടീച്ചറെ അവിടെയും പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലും ചില ആൾക്കാർക്ക് ചെയ്യാം. ടീച്ചറെ ഇരയാക്കുക എന്നുള്ള, അങ്ങനെ ആവാം. ടീച്ചർ ആസ് എ പേഴ്സൺ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ അറിയുന്നത്. എനിക്ക് പരിചയമില്ല. അവർ കൊള്ളാവുന്ന മിനിസ്റ്ററായിരുന്നു. അതിൻ്റെ പേരിൽ എന്തൊക്കെ നടക്കുന്നു, ഒന്നും നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയരുത്. നല്ല കാൻഡിഡേറ്റാണ് എനിവേ. പക്ഷേ വടകരയിൽ അവർ പരാജയപ്പെടുക നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ പറയുക, പരാജയപ്പെട്ട് അവർക്ക് അടുത്ത പ്രാവശ്യം MLA മത്സരിക്കാം. MLA മത്സരിച്ചാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്യാം. അപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇരിക്കട്ടെ അല്ലേ. മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്. ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ മത്സരം കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ നല്ല മത്സരം നടക്കുന്നപ്പോൾ തിരുവനന്തപുരം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ മത്സരം, തൃശ്ശൂർ സുനിൽകുമാറും മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിൽ നടക്കുന്ന മത്സരം, ഇതിൽ വളരെ ഗ്ലാമറസായി തോന്നിയ, നല്ല രാഷ്ട്രീയമുള്ള മത്സരം തോന്നിയ എവിടേക്കാണ്? തിരുവനന്തപുരം നമുക്ക് ഉറപ്പിക്കാം ശശി തരൂർ ജയിക്കുന്നുള്ളത്. കാരണം മറ്റേത് കെട്ടിയിറക്കിയ ഒരാളാണ്. ഇപ്പോൾ പുറത്ത് പോയി പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാളായില്ല. പുറത്ത് പോയി പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്ത് പോയി പഠിച്ചതുകൊണ്ടല്ല, പുറത്ത് പോയി പഠിച്ച ആൾ എന്ത് രാഷ്ട്രീയം പറയുന്നത് വളരെ പ്രധാനമാണ്. ശശി തരൂർ എവിടെ ജയിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ആറ്റിങ്ങിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല, കൊല്ലം പറയേണ്ട കാര്യമില്ല, പ്രേമേന്ദ്രൻ തന്നെ ജയിക്കുള്ളൂ. മുകേഷ് നമ്മുടെ സുഹൃത്താണ്, പറഞ്ഞ കാര്യമൊന്നുമില്ല. തൃശ്ശൂരിലേക്ക് വന്നാലോ? അത് തൃശ്ശൂർ ശരിക്കും നല്ല കോമ്പറ്റീഷനാണ്. അവിടെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ പറയുന്നില്ല. നല്ല കോമ്പറ്റീഷനാണ്, നല്ല കാൻഡിഡേറ്റ്സാണ്. എസ്പെഷ്യലി സുനിൽകുമാർ. ഈ പ്രാവശ്യം LDFയിലുള്ള കാൻഡിഡേറ്റ്സിൽ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് സുനിലാണ്. സുനിൽ എനിക്ക് അറിയുകയും ചെയ്യാം, ആസ് എ മിനിസ്റ്റർ എന്നുള്ള എനിക്ക് അല്ലാതെയൊക്കെ അറിയാം. വളരെ ഡൗൺ ടു എർത്തായ മനുഷ്യനാണ്. അതുകൊണ്ട് അത് നല്ലൊരു തൃശ്ശൂരിൽ ആര് ജയിക്കണം എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അല്ലേ. ജയിക്കണം എന്നുള്ളതല്ല, ജയിച്ചാൽ ആര്, ഇപ്പോൾ മുരളി ജയിച്ചാലും സുനിൽ ജയിച്ചാലും അവിടെ പോയ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ ജയിച്ചോട്ടെ. ശരി, ഞാൻ അവസാനത്തെ ചോദ്യമാണ്. പല വേദികളിലും കണ്ടിട്ടുണ്ട്. ബാലഗോകുലത്തിൻ്റെ വേദിയിലുണ്ടായിട്ടുണ്ട്, അരേ സമായത്തിൻ്റെ വേദിയിലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു DYFIയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തു പറയുന്നതും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ വേദികളിൽ പങ്കെടുക്കുമ്പോൾ ജോയ് മാത്യു തന്നെ സിനിമാക്കാരനായിരിക്കും അവർ വിളിക്കുന്നുണ്ടായിരിക്കുക. രാഷ്ട്രീയക്കാരനായിട്ട് ഏത് വേദിയിൽ പ്രത്യക്ഷപ്പെടാനാണ് താല്പര്യം? അല്ല, ഇവർ വിളിക്കുന്നതൊന്നും ഈ സിനിമാക്കാരെന്നുള്ളതൊക്കെ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമാക്കാർ കേരളത്തിലുണ്ട്. ഞാൻ വലിയൊരു പ്രാസംഗികനുമല്ല, കാണാൻ വലിയ അട്രാക്റ്റീവ് ഒന്നുമല്ലല്ലോ. നീ പറഞ്ഞ നന്നായി. അതല്ല അതിൻ്റെ ക്രൈറ്റീരിയ. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കാര്യങ്ങൾ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്നത് കൊണ്ടുള്ളൊരു സ്നേഹം, ആ സ്നേഹം എനിക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ യാത്ര പോവുകയാണെങ്കിലും സിനിമാക്കാരെന്നുള്ള രീതിയിലല്ല എന്നോട് ആൾക്കാർ ഇന്ന് പോയി മരിച്ച വീട്ടിൽ നിന്നും നിങ്ങളെ എഴുതുന്നതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാറുണ്ട്.
കോൺഗ്രസ്സുകാരും പറയാറ്. കോൺഗ്രസ്സുകാർ കൂടുതൽ പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ ഞാൻ കോൺഗ്രസ് അയച്ചിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് അവർ പരിപാടിക്ക്. സതീഷിനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ഞാൻ വെറുതെ പുസ്തകം വായിക്കുന്ന ആളത്. അപ്പോൾ എന്താ വെച്ചാൽ അരേ സമാജത്തിന് പോയി. അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എൻ്റെ സിനിമ CPM മാത്രം കണ്ടാൽ മതി. അതെൻ്റെ സിനിമ BJPക്കാർ മാത്രം കണ്ടാൽ മതി. എൻ്റെ സിനിമ ലീഗുകാർ കാണണ്ട. അങ്ങനെ പറ്റില്ല. എൻ്റെ സിനിമ എല്ലാവരും കാണുകയും എല്ലാവരും എന്നെ സ്നേഹിക്കുകയും വേണം. ആസ് ആൻ ആക്ടർ എന്നുള്ള എനിക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ? ഞാൻ അവരോട് കമ്മിറ്റഡാണ്. അല്ലാണ്ട് അയാൾ രാഷ്ട്രീയം CPM അയാൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ പറയുന്നു. എനിക്കിഷ്ടം അങ്ങനെ ശരിയല്ല. അത് എല്ലാ ആർട്ടിസ്റ്റുകളും പബ്ലിക് പ്രോപ്പർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എഴുത്തുകാരും കാരണം നിങ്ങൾ എഴുതുന്നത് വായിക്കാൻ ആളില്ലേ പിന്നത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന ഏത് സദസ്സിലും ഞാൻ പോകും. പക്ഷേ അവരോട് ഞാൻ പറയും, അവിടെ നിന്നും പറയും, മുമ്പും പറയും, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലേ. ചോദിച്ചു നോക്കും നീ ആരോട് ചോദിക്കുന്നത്? നിങ്ങൾ പറയുന്നത് ഞാൻ പറയില്ല. എനിക്കിഷ്ടമുള്ള ഞാൻ പറയാം. അങ്ങനെ പറയാം. എനിക്കിഷ്ടം. ഇപ്പോൾ നിന്നോട് ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഞാൻ പറയാം. അതേ സമയത്ത് ഞാൻ പോയി. അന്ന് മേയറും വരാമെന്ന് പറഞ്ഞിരുന്നു, ബീന ഫിലിപ്പ്. ലാസ്റ്റ് മിനിറ്റ് അവർ പിന്മാറി. വീഡിയോ സന്ദേശം അയച്ചു. അവർ പിന്മാറി. വീഡിയോ സന്ദേശം നീ കണ്ടു. വീഡിയോ സന്ദേശം അയച്ചു. ഞാൻ പോയി. എനിക്കതിൽ യാതൊരു നാണക്കേടും തോന്നിയിട്ടില്ല, ഒരു അപമാനം തോന്നിയിട്ടില്ല. എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. കാരണം അവരുടെ സ്നേഹം മതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു കൊട്ട മീനാകും കൊടുത്തയച്ചത്. ഞാൻ പൈസ ഒന്നും വാങ്ങാറില്ലല്ലോ ഇതിനൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്നേഹമെന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹത്തോടു കൂടെ പലരും പലതും എത്തിക്കും. ഈ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് ഇടതുപക്ഷത്തെ നന്നാക്കാനാണോ അല്ലെങ്കിൽ ഇനി നന്നാവില്ല എന്നുള്ളതുകൊണ്ടാണ്? ഞാൻ ഇടതുപക്ഷമാണ്. നിങ്ങൾ പറയുന്നത് ഈ CPI മാത്രമല്ല ഇടതുപക്ഷം. ഇടതുപക്ഷ വിമർശകൻ എന്ന് പറഞ്ഞാലേ ഇടതുപക്ഷ വിമർശകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന വ്യാജ ഇടതുപക്ഷ വിമർശകൻ. ഈ ഇടതുപക്ഷം വ്യാജമാണ്. ശരിക്കുള്ള ഇടതുപക്ഷം ഇതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രോഗ്രസീവായി ചിന്തിക്കുക, പ്രോഗ്രസീവായിട്ട് രാജ്യത്തെ നയിക്കുക, ഡെമോക്രാറ്റിക്കായി നയിക്കുക, അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യുക, വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുക, ഇതൊക്കെ വേണം. ഇപ്പോൾ ഇടതുപക്ഷം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ആണ് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സ്വഭാവം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞു. താങ്ക് യു. ഓക്കെ.